السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന കിതാബിൻ്റെ മുഖ്തസറിൽ നാം വായിച്ചുകൊണ്ടിരുന്ന ഫസ്ൽ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയാണ് അഥവാ മാർഗനിർദ്ദേശങ്ങളാണ്. അതിൽ നോമ്പിന് പിന്നിലുള്ള ഹിക്മത്തും അതുപോലെയുള്ള നോമ്പ് കൊണ്ടുള്ള നേട്ടവും അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ച് അവസാനിപ്പിച്ചത്. അതിനെ തുടർന്നുകൊണ്ട് ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നോമ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഹിക്മത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നത്, അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, വലമ്മാ കാന ഫത്മുൻ നുഫൂസി അൻ ശഹവാതിഹാ വമഅലൂഫാതിഹാ മിൻ അശഖ്ൽ ഉമൂർ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു നഫ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും ആവശ്യമായിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുമെല്ലാം അത് മുറിഞ്ഞു പോവുക അല്ലെങ്കിൽ പിടിച്ചു വെക്കുക എന്നുള്ളത് കുറച്ച് ഞെരുക്കമുള്ള കാര്യമാണ്. അതായത് നോമ്പിനെ പറ്റി പറയാണ്. അതായത് നോമ്പെന്ന് പറയുമ്പോൾ അവന് ആഗ്രഹമുള്ള ഭക്ഷണം, അവന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം, അനുവദനീയമായ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കുകയാണ്. അവന് സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാകുന്ന ഇച്ഛകളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളുമാണ്. അപ്പൊ അത് പിടിച്ചു നിർത്തുക എന്നുള്ളത് ഇപ്പൊ നിസ്കരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തഅഖറ ഫർദുഹു ഇലാ മാ ബഅദൽ ഹിജ്റതി. ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർബന്ധമാക്കിയത് ഹിജ്റയ്ക്ക് ശേഷമാണ്. നോമ്പ് നിർബന്ധമാകുന്നത് ഹിജ്റ 2-ാം വർഷത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നുബുവത്ത് ലഭിച്ചതിന് ശേഷം 13 വർഷക്കാലം ജീവിച്ചു. 10 വർഷക്കാലം ഒരു ഇബാദത്ത് നിർബന്ധമായി ചെയ്യുക എന്ന നിലക്കുണ്ടായിരുന്നില്ല. 10ാമത്തെ വർഷത്തിലാണ് നിസ്കാരം നിർബന്ധമാകുന്നത്. 3 വർഷം മക്കയിൽ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അതിനുശേഷം മദീനയിൽ എത്തിയിട്ടുള്ള 2ാമത്തെ വർഷമാണ് നോമ്പിനെ നിർബന്ധമാക്കിയത്. അപ്പൊ അതിനൊരു കാരണമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇതിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് കുറച്ച് ഞെരുക്കമുള്ളൊരു കാര്യമാണ്. കാരണം ആ കാര്യങ്ങളൊക്കെ, ഭക്ഷണം പാനീയങ്ങളും എല്ലാം പിടിച്ചു വെക്കുക, അതിലെല്ലാം ക്ഷമിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട്. അതുപോലെ തന്നെ വഫുരിള അവ്വലൻ അലാ വജ്ഹി തഖ്യീരി ബൈനഹു വബൈന അൻ യുത്ഇമ കുല്ലി യൗമിൻ വബൈന അൻ യുത്ഇമ കുല്ല യൗമിൻ മിസ്കീനൻ ثم ഹത്തമ الصوم. അതുപോലെ തന്നെ നോമ്പ് ആദ്യ സമയത്ത് നിർബന്ധമാക്കുമ്പോൾ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഒരു തഖ്യീർ ഉണ്ടായിരുന്നു, അടിമക്ക് തെരഞ്ഞെടുക്കാമായിരുന്നു. അതായത് റമദാനിൽ ആദ്യകാലത്ത് നോമ്പ് നിർബന്ധമാക്കുന്ന സമയത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നോമ്പ് വിൽക്കണം, അല്ലെങ്കിൽ ആ ദിവസത്തിന് നോമ്പിന് പകരമായിട്ട് ഭക്ഷണം കൊടുക്കണം. ഈ 2 ഓപ്ഷനിൽ ഒരാൾക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തുകൊണ്ടാണ് ആദ്യകാലത്ത് എന്തുണ്ടായിരുന്നത്, നോമ്പ് നിർബന്ധമാക്കിയത്. ഒറ്റയടിക്ക് നിങ്ങൾ ഇനി റമദാനിൽ നോമ്പ് വിൽക്കണം എന്നല്ല ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് റമദാനിൽ ഒന്നെങ്കിൽ നോമ്പ് വിൽക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നിൽക്കാത്ത ഓരോ ദിവസത്തിനും മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകണം എന്നുള്ള നിലക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. ثم حتم الصوم. പിന്നീട് നോമ്പ് മാത്രമായി നിർബന്ധമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോമ്പ് കുറച്ച് ഞെരുക്കമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഒന്ന് ഈമാൻ ഉറച്ച് കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറായിട്ടുള്ള ഹിജ്റയ്ക്ക് ശേഷമാണ് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുള്ളത്, നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. 2, ആ നിർബന്ധമാക്കൽ തന്നെ ഒറ്റയടിക്കങ്ങട് നിർബന്ധമാക്കല് ചെയ്തത്. ആദ്യം ഒരു ഓപ്ഷൻ കൊടുത്ത് ഒന്നെങ്കിൽ നോമ്പ് നോൽക്കുക, അല്ലെങ്കിൽ ആ നോമ്പിന് പകരമായിട്ട് ഭക്ഷണം നൽകുക, ഓപ്ഷൻ തെരഞ്ഞെടുക്കാം. ആ രീതിയിലാണ് ആദ്യകാലത്ത് നിർബന്ധമായത്. പിന്നീട് ആളുകൾ തദറുജായി, ഘട്ടം ഘട്ടമായി ആളുകൾ അതിന് തയ്യാറായി വന്നപ്പോൾ പിന്നീട് നോമ്പ് പൂർണ്ണമായി നിർബന്ധമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്.
എന്നിട്ട് പറയാണ് വജുഇല ഇത്ആമു ലിശ്ശൈഖിൽ ഖബീർ വൽ മർഅതി ഇദാ ലം യുതീഖ. ആ നോമ്പ് പൂർണ്ണമായി നിർബന്ധമാക്കിയപ്പോൾ തന്നെ പ്രായമായ ആണോ പെണ്ണോ വൃദ്ധരായിട്ടുള്ള ആളുകൾ, നോമ്പ് നോൽക്കാൻ ഇനി സാധിക്കില്ല എന്നുള്ള ആളുകൾക്ക് എന്തായി, നോമ്പ് നിർബന്ധമല്ല, അവരെന്ത് ചെയ്താൽ മതി, ഭക്ഷണം നൽകിയാൽ മതി എന്നുള്ള നിയമം അവിടെ വെച്ചു. വറുഖിസ ലിൽ മരീദി വൽ മുസാഫിരി അൻ യുഫ്തിറ വയഖ്ദിയ. അതുപോലെ തന്നെ രോഗി, യാത്രക്കാരൻ എന്നീ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മശക്കത്തുണ്ട് എങ്കിൽ അവർക്ക് നോമ്പ് മുറിക്കാനുള്ള, ഒഴിവാക്കാനുള്ള അവസരം കൊടുത്തു. അതിന് പകരം എന്ത് ചെയ്താൽ മതി, വേറൊരു ദിവസത്തിൽ ഖളാ ചെയ്ത് അത് നോറ്റ് വീട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയുണ്ടാക്കി. അപ്പോൾ ആദ്യ സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തു, പിന്നീട് നോമ്പ് നിർബന്ധമാക്കി. ആ നിർബന്ധമാക്കിയതിന് ശേഷവും പ്രായമായിട്ടുള്ള, വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾക്ക്, നോമ്പെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഭക്ഷണം നൽകിയാൽ മതി എന്നുള്ളത് അവിടെ വെച്ചു. അതുപോലെ തന്നെ രോഗം, യാത്ര, അതൊക്കെ മശക്കത്തുള്ള ഒരു കാര്യമാണ്. സാധാരണ ഒരു മനുഷ്യന് സ്വഹീഹും മുഖയും ആകുമ്പോൾ, ആരോഗ്യവും സ്വന്തം നാട്ടിൽ യാത്രക്കാരനല്ലാത്ത നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഞെരുക്കവും ബുദ്ധിമുട്ടൊക്കെ യാത്രയിൽ സ്വാഭാവികമായിട്ടുണ്ടാകും, രോഗിയാവുമ്പോൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ആ നോമ്പിനെ ആ ദിവസത്തിൽ ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ അതിന് പകരം റമദാൻ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. അങ്ങനെ നിയമമാക്കി. والحامل والمرضع إذا خافتا على أنفسهما كذلك. അതുപോലെ തന്നെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ, കുട്ടിക്ക് മുലയൂട്ടുന്ന സ്ത്രീ, അങ്ങനെയുള്ള ആ സ്ത്രീകൾക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, നോമ്പ് ഒഴിവാക്കാം, പകരം നോറ്റ് വീട്ടിയാൽ മതി. അവർക്ക് എന്തുണ്ടെങ്കിൽ, അവർക്ക് മശക്കത്തുണ്ടെങ്കിൽ, അഥവാ സ്വാഭാവികമായിട്ടും ഗർഭകാലം എന്നുള്ളതും മുലയൂട്ടുന്ന കാലം എന്നുള്ളതും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് ഉണ്ടാവും. ആ സ്ത്രീകൾ, അവർക്ക് റമദാനിലെ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിന് പകരം വേറെ ദിവസത്തിൽ നോമ്പ് നോറ്റാൽ മതി. വഇദാ ഖാഫത അലാ വലദൈഹിമാ. ഇനി ഈ ഗർഭിണിയാവട്ടെ, മുലയൂട്ടുന്ന സ്ത്രീ ആവട്ടെ, അവർക്ക് അവരുടെ ആരോഗ്യത്തിന് കുഴപ്പമില്ല. പക്ഷെ അവരുടെ കുട്ടിക്ക്, ഇപ്പൊ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്കോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന കുട്ടിക്കോ ഞാൻ നോമ്പ് നോറ്റാൽ പ്രശ്നമാകും എന്നുള്ള ഭയം കൊണ്ടാണ് ആ സ്ത്രീ നോമ്പ് ഒഴിവാക്കുന്നത് എങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അവർക്ക് കുഴപ്പമില്ല. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കിയിട്ട് വേറെ ദിവസം നോമ്പ് നോറ്റാൽ മതി. എന്നാൽ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവർക്ക് പേടിയാണ്, ഞാൻ നോമ്പ് നോറ്റാൽ ഗർഭത്തിലുള്ള എന്റെ കുട്ടിക്കോ അതല്ലെങ്കിൽ ഞാൻ മുലയൂട്ടുന്ന കുട്ടിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റും, അല്ലെങ്കിൽ പ്രശ്നം പറ്റും എന്നുള്ള ഭയം കൊണ്ടാണ് നോമ്പ് ഒഴിവാക്കുന്നത് എങ്കിൽ അവർ നോമ്പ് നോറ്റു വീട്ടുകയും വേണം. അതുപോലെ തന്നെ ആ നോമ്പ് ഒഴിവായപ്പോയ ദിവസത്തിന് മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുകയും വേണം. ഇപ്പൊ അരസാ ധാന്യമായിട്ടോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടോ അവർ നൽകേണ്ടതാണ്. സ്വന്തത്തിൽ ഭയപ്പെട്ടിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നത് എങ്കിൽ അവർക്ക് നോറ്റ് വീട്ടിയാൽ മാത്രം മതി. മറ്റുള്ള കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ നോമ്പ് നോറ്റ് വീട്ടണം, അതുപോലെ തന്നെ ഭക്ഷണം നൽകുകയും വേണം. ഫഇന്ന ഫിത്രഹുമാ ലം യകുൻ ലിഖൗഫി മറളിൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം? കാരണം അവരെ ഒഴിവാക്കിയത് രോഗകാരണം കൊണ്ടല്ല, അവരുടെ രോഗം കൊണ്ടല്ല. വഇന്നമാ കാന മഅ സിഹ്ഹ, അവർ ആരോഗ്യത്തോടു കൂടി തന്നെയാണ് അവർ ഒഴിവാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഫജുബിറ ബിഇത്ആമി മിസ്കീൻ, അതുകൊണ്ടാണ് മിസ്കീനുകൾക്ക് നൽകണമെന്നുള്ളത് നിർബന്ധമായിട്ട് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ രണ്ടവസ്ഥയാണ് ഉണ്ടാവുക. സ്വന്തം ആരോഗ്യത്തിന്റെ പ്രശ്നമാണെങ്കിൽ നോറ്റു വീട്ടിയാൽ മതി. കുട്ടിയുടെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി കൊണ്ടാണെങ്കിൽ നോറ്റു വീട്ടുകയും അതുപോലെ തന്നെ ഈ ഭക്ഷണം നൽകുകയും വേണം. കഫിത്രി സഹീഹി ഫി അവ്വലിൽ ഇസ്ലാം, ഇതേതുപോലെ ആദ്യ സമയത്ത് ഈ ആരോഗ്യമുള്ളവൻ നോമ്പ് ഒഴിവാക്കുമ്പോ എന്തായിരുന്നു വിധി, അതുപോലുള്ള വിധിയാണ് ഇതിലേക്കും വന്നിട്ടുള്ളത്. വകാന മിൻ ഹദീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ അല്ലെങ്കിൽ മാതൃകയിൽപ്പെട്ടതാണ് ഫി ശഹ്രി റമളാൻ അൽ ഇക്താറു മിൻ അൻവാഇൽ ഇബാദ, റമളാൻ മാസത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതായത് റമളാനിലാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ ആ റമളാനിൽ വ്യത്യസ്ത ഇബാദത്തുകൾ, ഖുർആൻ പാരായണവും നിസ്കാരവും ദിക്റും അതുപോലെയുള്ള സദഖയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാവുന്നതാണ്. റമളാൻ കഴിഞ്ഞിട്ട് ചുരുക്കം 1-2 മാസം ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം റമളാനിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ധാരാളം ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു, മാതൃക കാണിക്കാറുണ്ടായിരുന്നു.
وكان جبريل عليه السلام يدارسه القرآن في رمضان. ജിബ്രീൽ അലൈഹിസ്സലാം റമളാനിൽ പരസ്പരം ഖുർആൻ പഠിപ്പിക്കുകയും എല്ലാം ചെയ്യാറുണ്ടായിരുന്നു, അഥവാ മുറാജഅ നടത്താറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയിട്ടുള്ള വഹി ഖുർആനിന്റെ ആയത്തുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു കൊടുക്കുകയും അത് ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കുകയും അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം വീണ്ടും പഠിക്കുന്ന അവസ്ഥ റമളാനിൽ ഉണ്ടായിരുന്നു. വകാന യുക്സിറു ഫീഹി മിനസ് സദഖതി വൽ ഇഹ്സാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ധാരാളം സദഖ നിർവഹിക്കുമായിരുന്നു, അതുപോലെ തന്നെ ആളുകൾക്ക് നന്മ ചെയ്യുന്നത് വർദ്ധിപ്പിക്കുമായിരുന്നു. വതിലാവത്തിൽ ഖുർആനി വസ്സലാ, അതുപോലെ ഖുർആൻ പാരായണം, നിസ്കാരം ഇതെല്ലാം വർദ്ധിപ്പിക്കും. വദ്ദിക്രി വൽ ഇഅ്തിഖാഫ്, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നത് ദിക്ർ വർദ്ധിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ റമളാനിൽ ഇഅ്തിഖാഫ് ഇരിക്കാറുമുണ്ടായിരുന്നു. وكان يخصه من العبادات بما لا يخص به غيره. റമളാനിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. മറ്റുള്ള മാസങ്ങളിലൊന്നും ഇല്ലാത്ത നിലക്കുള്ള ഇബാദത്തുകൾ റമളാനിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. ഹത്താ ഇന്നഹു ലയുവാസിലു ഫീഹി അഹ്യാനൻ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റമളാൻ നോമ്പുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിസാൽ ചെയ്യാറുണ്ടായിരുന്നു. വിസാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ്, ഒരാൾ നോമ്പ് നോറ്റു, നമ്മൾ നോമ്പ് തുറക്കപ്പോഴാ മഗ്രിബിനാണ്. മഗ്രിബിന് നോമ്പ് തുറക്കാതെ 2-3 ദിവസങ്ങൾ തുടർച്ചയായി എന്ത് ചെയ്യുന്നത്, നോമ്പ് നോൽക്കുന്നത്. അഥവാ മഗ്രിബിന് നോമ്പ് തുറക്കൂല, പിറ്റേ ദിവസം അത്താഴം കഴിക്കൂല. അങ്ങനെ ഒരു ദിവസം ഇപ്പോ തിങ്കളാഴ്ച രാവിലെ, റമളാനില് തിങ്കളാഴ്ച രാവിലെ ഫജ്റിന് നോമ്പ് നോറ്റ് തുടങ്ങിയാൽ തിങ്കളാഴ്ച നോമ്പ് തുറക്കില്ല, ചൊവ്വാഴ്ച അത്താഴം കഴിക്കുന്നുണ്ടാവില്ല, നോമ്പ് തുറക്കില്ല, ബുധനോ വ്യാഴമോ ആയിട്ട് അപ്പോഴാണ് നോമ്പ് തുറക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നു. ലിയുവഫിറ സഅാതി ലൈലിഹി വനഹാരിഹി അലൽ ഇബാദത്തി. അങ്ങനെ രാവും പകലും ഇബാദത്തുകളിൽ ധാരാളമായി മുഴുകുന്ന അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. വകാന യൻഹാ അസ്ഹാബഹു അനിൽ വിസാൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വിസാൽ ചെയ്യുന്നതിനെ തൊട്ട് വിരോധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു, എന്നാൽ സ്വഹാബികൾക്ക് അത് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു. ഫയഖൂലൂന ലഹു, അങ്ങനെ പറഞ്ഞപ്പോൾ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, ഇന്നക തുവാസിലു, നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോ നിങ്ങളെന്താ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഫയഖൂൽ, അപ്പൊ പറഞ്ഞു, ലസ്തു കഹൈഅതികും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പോലെയല്ല. ഇന്നി അബീതു ഇൻദ റബ്ബി യുത്ഇമുനി വയസ്ഖീനി, എനിക്ക് എന്റെ റബ്ബ് രാത്രികളിൽ എന്നെ ഭക്ഷിപ്പിക്കുന്നുണ്ട്, എന്നെ കുടിപ്പിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. അത് ആ ഭക്ഷിപ്പിക്കലും കുടിപ്പിക്കലും യഥാർത്ഥത്തിലുള്ള സ്വർഗത്തിൽ നിന്ന് മറ്റുള്ള ഭക്ഷണമാണോ, അതല്ല ആത്മീയമായിട്ടുള്ള ആ ഈമാനികമായിട്ടുള്ള ശക്തിയാണോ എന്നുള്ളത് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്നത് ആത്മീയമായിട്ടുള്ള ആ ഭക്ഷണവും അതുപോലെ തന്നെ പാനീയങ്ങളും ആ ശക്തിയും അള്ളാഹു നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ വിസാലുമായി ബന്ധപ്പെട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യമാണോ അതല്ലയോ എന്നുള്ള ചർച്ച പണ്ഡിതന്മാർക്കിടയിലുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിസാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് നിരുപാധികം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നഹ അനിൽ വിസാൽ റഹ്മത്തൻ ലിൽ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വിസാല് വിരോധിച്ചത് ഉമ്മത്തിന് കാരുണ്യമായി കൊണ്ടാണ്. അഥവാ മുസ്ലിമീങ്ങൾക്ക് വിസാല് ചെയ്യാമെന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മുസ്ലിമീങ്ങൾ ചെയ്യും. ഒരു ദിവസം തന്നെ നോമ്പെടുക്കാൻ ചില ആളുകൾക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകും എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് അത് വിരോധിച്ചിട്ടുള്ളത്. വഅദിന ഫീഹി ഇലസ്സഹരി, ഇനി ഒരാൾക്ക് വിസാല് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തത് പിറ്റേ ദിവസം ഫജ്ർ വരെയാണ്. അതായത് ഇപ്പൊ തിങ്കളാഴ്ച രാവിലെ ഫജ്റിന് നോമ്പ് തുടങ്ങി, അയാൾ ആ തിങ്കളാഴ്ച മഗ്രിബിന് നോമ്പ് തുറക്കാതെ പിറ്റേന്ന് ചൊവ്വാഴ്ച ദിവസം ഫജ്റിന് സഹറിന് അത്താഴം കഴിക്കണം. അതുവരെ ഒരാൾക്ക് എന്ത് ചെയ്യാം, നോമ്പ് നീട്ടിക്കൊണ്ടുപോവാം.
ഒരു പകലും ഒരു രാത്രിയും ഒരാൾക്ക് നോമ്പ് നീട്ടിക്കൊണ്ടാവും. അയാൾക്ക് വിസാല് ചെയ്യണമെന്ന് അത്ര ആഗ്രഹവും ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ അത് അനുവദിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് അനുവാദം നൽകിയിരുന്നില്ല. എന്നാൽ ഈ ഒരു മസലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സഹാബികളിൽ പലരും വിസാല് ചെയ്തിട്ടുണ്ട്. സഹാബികളിൽ പല സഹാബികളും വിസാല് ചെയ്തതായി വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച എന്തുകൊണ്ടാണ്? മശക്കത്ത് ഇല്ലാതിരിക്കാനും ഇനി അതെങ്ങാനും അതുപോലെ നിർബന്ധമാകുമോ എന്ന നിലക്കൊക്കെയാണ്. അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത മശക്കത്തില്ലാത്ത ആളുകൾക്ക് ചെയ്യാം എന്ന നിലക്ക് ചില സഹാബികൾ വിസാല് ചെയ്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാഹിറായിട്ടുള്ള ഈ വിരോധനം നമുക്ക് അറിയുന്നത് കൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. ചില സഹാബികളിൽ നിന്ന് അവർ ചെയ്യാനുള്ള കാരണം അവർ പറയാറുണ്ടായിരുന്നു, നമുക്കൊരു കുഴപ്പമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ടൊരു മശക്കത്തും ബാധിക്കുന്നില്ല, അതുകൊണ്ടാണ് ചെയ്യുന്നത് നിലക്ക് ചില സഹാബികൾ 3 ദിവസവും 7 ദിവസവും വരെ വിസാല് ചെയ്ത ചില സഹാബികളുടെ അസറുകൾ സഹീഹ് ആയിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. وكان من هديه صلى الله عليه وسلم ألا يدخل في صوم رمضان إلا برؤية محققة. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കാറില്ല, അല്ലെങ്കിൽ റമളാൻ ആരംഭിക്കാറില്ല സത്യസന്ധമായിട്ടുള്ള ഒരാൾ റുയത്തുൽ ഹിലാൽ, ഹിലാലിനെ കണ്ടാലല്ലാതെ. ഹിലാലിനെ ഒരാൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള സത്യപ്പെടുത്തുന്ന ഒരു അറിയിപ്പ് വന്നാൽ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ ആരംഭിക്കാറുണ്ടായിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിൽ കാണാം, സൂമു ലിറുയതിഹി വഫ്തിറു ലിറുയതിഹി, നിങ്ങൾ മാസം കാണുമ്പോൾ നോമ്പ് നോൽക്കാൻ ആരംഭിക്കുക, റമളാൻ ആരംഭിക്കുക, അതുപോലെ മാസം കാണുമ്പോൾ റമളാനെ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഫഇല്ലം യകുൻ റുയതുൻ വലാ ഷഹാദത്തുൻ, ഇനി ഒരാളും ഷഅബാൻ 29 മാസം കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ആരും അതിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല, ഒരാളും കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല, അക്മല ഇദ്ദത ഷഅബാന 30, അപ്പൊ എന്ത് ചെയ്യും? ഷഅബാനിനെ 30 ദിവസമായിട്ട് പൂർത്തീകരിക്കും. അഥവാ 29-നാണ് മാസം കാണേണ്ടത്. അപ്പൊ 29-ന് ഹിലാല് കണ്ടിട്ടില്ല എങ്കിൽ 30-ാമത്തെ ദിവസം കൂടി ഷഅബാൻ 30 ആയിക്കൊണ്ട് പൂർത്തീകരിക്കും. വകാന ഇദാ ഹാല ലൈലത 30 ദൂന മൻദരിഹി സഹാബുൻ അക്മല ഷഅബാന 30. അങ്ങനെ ഈ പിന്നെ മാസം കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പരിഗണിക്കില്ല. 30 ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ ഷഅബാനെ 30 തീർത്ത് പിറ്റേന്ന് മുതൽ റമളാനിലേക്ക് പ്രവേശിക്കും. വലം യകുൻ യസൂമു യൗമൽ ഇഗ്മാമി, യൗമുൽ ഇഗ്മാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നില്ല. വല അമറ ബിഹി, അങ്ങനെ കൽപ്പിച്ചിട്ടുമില്ല. യൗമുൽ ഇഗ്മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഉണ്ടാകും, അവർക്ക് ഒരു സംശയമായിരിക്കും, ഉണ്ടാവുക. അപ്പൊ ഷഅബാൻ 29-ന് അവര് ഹിലാല് കണ്ടില്ല. അപ്പൊ അവർ വിചാരിക്കും ആ കാണാത്തത് ഇഗ്മാം കാരണത്താൽ, അല്ലെങ്കിൽ കാർമേഘങ്ങൾ കാരണത്താൽ, മേഘങ്ങൾ മറയിട്ടത് കാരണത്താലാണ് കാണാത്തത്, അവിടെ ഹിലാൽ വന്നിട്ടുണ്ടാകും, നമുക്ക് കാണാൻ പറ്റാത്തത് ഇന്നുകൊണ്ടാണ്, അവിടെ റമളാൻ ആയിട്ടുണ്ട് എന്നുള്ള പേടിയിൽ അവരെന്ത് ചെയ്യും? അവര് ഒരു നോമ്പ് ഷഅബാൻ 30 കണക്കാക്കേണ്ട ദിവസത്തിൽ അവരെന്ത് ചെയ്യും? അവര് നോമ്പ് നോൽക്കും. റമളാൻ മുന്നിൽ പോകണ്ട, റമളാൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, ചെയ്യാൻ കൽപ്പിച്ചിട്ടുമില്ല. ബൽ അമറ ബി ഇക്മാലി ഇദ്ദത ഷഅബാൻ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് ഷഅബാൻ 29 ഹിലാൽ കണ്ടിട്ടില്ല എങ്കിൽ 30-നെ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. വലാ യുനാഖിദു ഹാദാ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറൂ ലഹു, ഇതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിന് എതിരല്ല. ഹദീസിൽ വന്നിട്ടുള്ളത് ഫഇൻ ഗുമ്മ അലൈക്കും, നിങ്ങൾക്ക് മാസം കാണാതെ ഹിലാൽ കാണാതെ മറയിട്ടിട്ട് എങ്കിൽ ഫഖ്ദുറൂ ലഹു, നിങ്ങൾ കണക്ക് കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആളുകൾ, ചില ആളുകൾ ഈ ഹദീസൊക്കെ വെച്ചിട്ട് പറയും, അപ്പൊ കണക്ക് കൂട്ടിയിട്ട് എടുത്താൽ മതി, അപ്പൊ ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചു, അപ്പോ കാണണമെന്ന് നിർബന്ധമല്ല, കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മതി എന്നുള്ളത്. ഈ ആളുകളുടെ ഒരു വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഈ ഗോളശാസ്ത്രം ഒന്നും അറിവില്ല എന്നുള്ളൊരു ധാരണയാണ്. ഇതൊക്കെ പുതുതായി ഉണ്ടായ ശാസ്ത്രം കണ്ടുപിടിച്ചതാണെന്ന്. ഒരിക്കലും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ ഈ ഫലക്കിയ എന്നുള്ളൊരു ഇൽമ് അവിടെ ഉണ്ട്. ആളുകൾക്ക് ഈ ഗോളശാസ്ത്രം മാസം എത്ര കാണാൻ സാധ്യത ഉണ്ടോ ഇല്ലേ, നക്ഷത്രം ഏത് ഭാഗത്താണ്, അങ്ങനെ ഉണ്ടായാൽ എത്ര സമയം
ഗോളശാസ്ത്രത്തെക്കുറിച്ച് പണ്ട് മുതലേ അറിവുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും അറിവുണ്ട്. ഇസ്ലാമിക ഇൽമിന്റെ ശാഖകളിൽ ഫലക്കീയ പഠിക്കുന്ന ഒരു ശാഖയായിട്ട് തന്നെ പണ്ട് കാലം മുതലേ വന്നിട്ടുണ്ട്. പല പണ്ഡിതന്മാരും ഈ ഫലക്കീയയിൽ ഗോളശാസ്ത്രത്തിൽ വലിയ അറിവുള്ള പണ്ഡിതന്മാരായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഗോളശാസ്ത്രമുണ്ട്. പക്ഷെ ഈ ഫഖ്ദുറു ലഹു കൊണ്ടുള്ള ഉദ്ദേശം ഫൈനൽ ഖദ്റ ഹുവൽ ഹിസാബുൽ മഖ്ദൂർ വൽ മുറാദു ബിഹി അൽ ഇക്മാൽ. ഇവിടെ കണക്ക് കൂട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു മാസത്തിന്റെ കണക്ക് എന്താവുക, നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് പൂർത്തിയാക്കുക. കാരണം 29 കണ്ടിട്ടില്ല എങ്കിൽ ആ കണക്ക് എന്താണ്, ഷഅബാൻ 29 കഴിഞ്ഞ് 30 അതിനെ പൂർത്തീകരിക്കുക എന്നാണ് ആ ഹദീസിന്റെ ഉദ്ദേശം. അല്ലാതെ മാസം കണ്ടു എന്നുള്ള നിലക്ക് കണക്ക് കൂട്ടാനല്ല. വകാന മിൻ ഹദീഹി അൽ ഖുറൂജ് മിൻഹു ബിശഹാദത്തി ഇസ്നൈൻ. അങ്ങനെ റമളാൻ തുടങ്ങുന്നത് ഈ മാസം കണ്ടുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു. അതിന് ഒരാൾ മാസം കണ്ടാൽ മതി. റമളാൻ തുടങ്ങാൻ ഒരാൾ മാസം കണ്ട് വിശ്വസ്തനായിട്ടുള്ള സത്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരാൾ മാസം കണ്ടാൽ തന്നെ റമളാൻ ആരംഭിക്കും. എന്നാൽ റമളാൻ കഴിഞ്ഞ് ശവ്വാൽ തുടങ്ങണമെങ്കിൽ, ഈദിലേക്ക് കടക്കണമെങ്കിൽ 2 ആളുകളുടെ സാക്ഷ്യം വേണം. 2 ആളുകളുടെ സാക്ഷ്യം വേണം, ഒരാളുടെ സാക്ഷ്യം പോരാ. 2 ആളുകൾ കണ്ടതായി സാക്ഷ്യം വഹിക്കപ്പെടുമ്പോഴാണ് റമളാനിൽ നിന്ന് പുറത്താവുക, അതായത് ശവ്വാൽ ആരംഭിക്കുക. ഫൈദാ ഷഹിദ ഷാഹിദാൻ ബിറുയതിഹി, ഇനി 2 ആളുകൾ സാക്ഷ്യം വഹിക്കുകയാണ്. ബിറുയതിഹി ബഅദ ഖുറൂജി വഖ്തിൽ ഈദി അഫ്തറ വഅമറഹും ബിൽ ഫിത്ർ. ഇനി റമളാൻ 29 മാസം കണ്ടതായിട്ട് ആരും അറിയിച്ചില്ല. പിറ്റേന്ന് എന്താണ്, റമളാൻ 30 ആയിക്കൊണ്ട് നോമ്പ് നോൽക്കുകയാണ്. അപ്പൊ ഈദിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം 2 ആളുകൾ സാക്ഷ്യം പറയുകയാണ്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇന്നലെ ഞങ്ങൾ കണ്ടു, മാസം കണ്ടു, ഹിലാലിനെ കണ്ടു എന്ന് 2 ആളുകൾ അറിയിക്കുകയാണെങ്കിൽ, ഈദ് നിസ്കാരത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ദുഹർ വരെ, പിന്നെ ളുഹ മുതൽ ളുഹർ വരെയുള്ള, അഥവാ ഇഷ്റാഖ് മുതൽ ളുഹർ വരെയുള്ള ആ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആരെങ്കിലും അറിയിക്കുന്നത് ഞങ്ങൾ ഇന്നലെ മാസം കണ്ടിട്ടുണ്ട് എന്ന് 2 ആളുകൾ സാക്ഷ്യം വഹിക്കുകയാണ് എങ്കിൽ, വിശ്വസ്തരായ ആളുകൾ സാക്ഷ്യം വഹിക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് ഒഴിവാക്കാറുണ്ട്. അന്ന് നോമ്പ് ഒഴിവാക്കും. വഅമറഹും ബിൽ ഫിത്രി, ആളുകളോട് നോമ്പ് ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യും. വസല്ലൽ ഈദ മിനൽ ഗദി ഫീ വഖ്തിഹാ, ഈദിനെ അതിന്റെ പിറ്റേ ദിവസം, റമളാൻ 30 ആണെന്ന് ധരിച്ചുകൊണ്ട് നോമ്പായി തുടങ്ങിയിട്ടുള്ളത് അന്ന് മാസം കണ്ടത് ആരെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നീട് അറിയിക്കുന്നതെങ്കിൽ ആ ദിവസം നോമ്പ് ഒഴിവാക്കുകയും അതിന്റെ പിറ്റേ ദിവസം എന്ത് ചെയ്യാറുണ്ട്, പെരുന്നാളിന്റെ ഈദിന്റെ നിസ്കാരം ആ സമയത്ത് അതിന്റെ സമയത്ത് നിസ്കരിക്കാറും ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു 29 മാസം കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും നോമ്പുകാരായി റമളാൻ 30 ആണെന്ന നിലക്ക് തുടർന്നു. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ആളുകൾ ആ മാസം കണ്ടതായി അറിയിക്കുകയും ആ നോമ്പ് അന്ന് മുറിക്കാൻ പറയുകയും അതിന്റെ പിറ്റേ ദിവസം ഈദ് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജ്ജിലുൽ ഫിത്ര, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുമായിരുന്നു. നോമ്പ് തുറക്കാൻ അതിന് സമയമായി കഴിഞ്ഞാൽ വൈകിപ്പിക്കാതെ നോമ്പ് വൈകിപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് മെല്ലെ മതി നോമ്പ് തുറക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആയിരുന്നില്ല. നോമ്പിന് തുറക്കാനുള്ള സമയമായാൽ, അതായത് ഖുറൂബ് ശംസ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മഗ്രിബിന്റെ സമയമായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കാറുണ്ട്. വയഹ്സു അലൈഹി, അതിന് പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കാൻ, അഥവാ വൈകിപ്പിക്കാതെ മെല്ലെ മതി, സാവധാനം മതി, നിശാന്റെ സമയത്ത് നോമ്പ് തുറന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല, ആ സമയത്ത് തന്നെ നോമ്പ് തുറക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. വയതസഹറു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴം കഴിക്കാറുണ്ടായിരുന്നു, സഹൂർ കഴിക്കാറുണ്ടായിരുന്നു. വയുഹസ്സു അലൈഹി, അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിൽ പെട്ട കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നു എന്നുള്ളതും. അത്താഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കാറുണ്ടായിരുന്നു. അതായത് ചില ആളുകൾ തഖ്വയുടെ ഒരു ആശയത്തെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് അവർ മനസ്സിലാക്കുന്നത് കുറെ ബുദ്ധിമുട്ടുകൾ സഹിക്കുക, കുറെ ഞെരുക്ക് അനുഭവിക്കുക എന്നുള്ള അവർ വിചാരിച്ചു പോകാറുണ്ട് ചില ആളുകൾ. അങ്ങനെ ആളുകൾ വിചാരിക്കും അത്താഴം കഴിക്കാതെ ഞാൻ നോമ്പെടുത്തു, അതിൽ നോമ്പെടുക്കാൻ ഇപ്പോൾ ധൃതി കാണിക്കേണ്ട, ആളുകളൊക്കെ കണ്ടില്ലേ നോമ്പ് പെട്ടെന്ന് മുറിക്കുന്നു, എനിക്ക് കുറച്ചു നേരം കൂടി എടുക്കാൻ സാധിക്കും, എല്ലാം മുറിച്ചാൽ മതി. അങ്ങനെയല്ല. ദീന് എന്ന് പറഞ്ഞാൽ, ഇബാദത്ത് പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയോടും എത്രത്തോളം യോജിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്.
കാരണം ഒരാൾക്ക് നോമ്പെടുത്തു, ആ നോമ്പ് ഒന്നുകൂടി പൂർണ്ണമാവാൻ കുറച്ചു നേരം കൂടി കഴിഞ്ഞ് നോമ്പ് പറഞ്ഞാൽ മതി എന്നല്ല. ധൃതി കാണിക്കാറുണ്ട്, നമ്മൾ ധൃതി കാണിക്കണം. ഒരാൾ ധൃതി കാണിക്കുന്നത് എനിക്ക് നോമ്പെടുത്ത് മടുത്തു, എനിക്ക് മതിയായി ഇത് നോമ്പെടുത്തിട്ട്, അതുകൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മാതൃക കാണിച്ചുകൊണ്ടാണ്. ഒരാൾ അത്താഴം കഴിക്കുന്നത്, പല ആളുകൾക്കും അത്താഴം കഴിക്കാൻ നോമ്പ് വെൽക്കാനുള്ള ആരോഗ്യം ഉണ്ടാവും, ശേഷി ഉണ്ടാവും. പക്ഷെ അയാൾ അത്താഴം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആ നിലക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ പെട്ട കാര്യമാണ് അത്താഴം കഴിക്കുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാൻ ധൃതി കാണിച്ചിരുന്നു എന്നുള്ളതും. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വയഹ്സു അലൈഹി വയുഅഖിറുഹു വയുറഗ്ഗിബു ഫീ തഅഖീരിഹി, അതുപോലെ തന്നെ അത്താഴം കഴിക്കുന്നത് വൈകിപ്പിക്കാറുണ്ടായിരുന്നു. അതായത് അത്താഴം നോമ്പ് തുറക്കാൻ നേരത്തെ നോമ്പ് തുറക്കാൻ അഥവാ ധൃതി കാണിക്കാറുണ്ടായിരുന്നു. അത്താഴം കഴിക്കുക എന്നുള്ളത് ഫജ്ർ ബാങ്കിന്റെ അല്ലെങ്കിൽ തുലൂഉ ശംസിന്റെ എന്താണ് തുലൂഉ സാദിഖ്, അതിന്റെ പേര് പറയുന്നത്, അതായത് നോമ്പിന്റെ സമയം, ഫജ്റിന്റെ ബാങ്കിന്റെ ആ സമയം, അതിനോട് അടുത്തിട്ടുള്ള സമയത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴം കഴിക്കാറുണ്ടായിരുന്നത്. അല്ലാതെ ഇപ്പോൾ ഉദാഹരണത്തിന് 4 മണിക്കാണ് 4:30ക്കാണ് ബാങ്ക് എങ്കിൽ 3 മണിക്ക് തന്നെ അത്താഴം കഴിച്ചിരിക്കുന്ന അങ്ങനെ രീതി ആയിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചു നേരം, ഒരു 20 മിനിറ്റ് സമയത്തിന് മുമ്പ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴം കഴിക്കാറുണ്ടായിരുന്നത് എന്ന് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, അതിന് സമയത്തിന്റെ കണക്കിന്റെ റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ അത്ര ഒരു അടുത്തിട്ട് ഒരു 20 മിനിറ്റിന്റെ മുമ്പുള്ള ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴം കഴിക്കാറുണ്ടായിരുന്നത്. അതിന് പ്രോത്സാഹിപ്പിക്കാറുമുണ്ടായിരുന്നു. വകാന യഹുദ്ദു അലൽ ഫിത്രി ബിത്തംരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കാറുള്ളത് ഈത്തപ്പഴം കൊണ്ടായിരുന്നു. ഹദീസുകൾ കാണാം, റുത്തബായിരുന്നു ഏറ്റവും ഉപയോഗിച്ചിരുന്നത്, അഥവാ പഴുത്ത ഈത്തപ്പഴം. അത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഇനത്തിൽ വരുന്നത്, ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്ന, നാട്ടിൽ കിട്ടുന്ന ഈത്തപ്പഴമായി മാറുന്നത്. റുത്തബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പഴുത്ത് കിട്ടുന്ന ഈത്തപ്പഴം ഉണ്ടാകും, പലരും കണ്ടിട്ടുണ്ടാവും, പലർക്കും ഇവിടെ ഇപ്പോൾ കിട്ടാറുണ്ടോ തോന്നുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാം ആദ്യം അധികം ഉപയോഗിക്കാറുള്ളത്. അതില്ല എങ്കിൽ തമ്ര്, നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾക്ക് ലഭിക്കുന്ന ഈത്തപ്പഴം, അത് ഉപയോഗിക്കാറുള്ളതാണ്, നോമ്പ് തുറക്കാറുണ്ടായിരുന്നത്. ഫഇല്ലം യജിദ്ഹു ഫഅലൽ മാ, അത് കിട്ടിയില്ല എങ്കിൽ വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കാറുണ്ട്. ഇവിടെ ഈ ഈത്തപ്പഴം കൊണ്ട് അല്ലെങ്കിൽ റുത്തബ് കൊണ്ടെല്ലാം നോമ്പ് തുറക്കുന്നതിന്റെ ഫദ്ല് ഉലമാക്കൾ വിശദീകരിക്കാറുണ്ട്. അത് വയറിന്, അത്ര നേരം ഭക്ഷണവും വെള്ളം ഒഴിവാക്കിയിട്ടുള്ള വയറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഈത്തപ്പഴമാണ്. കാരണം അത് ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നതിനും അത് ഏറ്റവും നല്ല രീതിയിൽ വയറിന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കാനും എല്ലാം കൊണ്ടും നല്ലത് ഈ ഈത്തപ്പഴമാണ്. അതല്ല എങ്കിൽ പിന്നെ വെള്ളമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് ഉലമാക്കൾ ഇതിന് വിശദീകരിക്കുമ്പോൾ പറയുന്നത് കാണാം. അതുപോലെ നോമ്പുകാരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു അനി റഫത്ത്. റഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമാഉമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന സംസാരങ്ങൾ, അഥവാ ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമാണ് റഫത്ത് എന്ന് പറയുന്നത്. അത് നോമ്പുകാരന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതുപോലെ വസ്സഖബ്, സഖബ് എന്ന് പറഞ്ഞാൽ ഒച്ച ഉയർത്തിക്കൊണ്ട് ബഹളമുണ്ടാക്കുക, ദേഷ്യം പിടിക്കുക, ആ കാര്യങ്ങൾക്കാണ് അസ്സഖബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചീത്ത വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊണ്ടു. അപ്പൊ നോമ്പുകാരൻ മ്ലേച്ഛമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല. ദേഷ്യപ്പെട്ടിട്ടോ കോപിച്ചിട്ടോ ശബ്ദമുയർത്തിയിട്ടോ അങ്ങനെ വഴക്കു കൂടുന്ന അങ്ങനെയുള്ള സംസാരങ്ങളും സംസാരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. വസ്സിബാബ്, അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയലും ആക്ഷേപിക്കലും. വജവാബി സിബാബ്, ഇനി ആരെങ്കിലും നമ്മെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ തിരിച്ചതിന് മറുപടി പറയലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. വഅമറഹു അൻ യഖൂല ലിമൻ സാബഹു ഇന്നി സ്വായിമുൻ, ഇനി ആരെങ്കിലും ഒരാളെ ആക്ഷേപിക്കുകയാണ് എങ്കിൽ ആ ആക്ഷേപിക്കപ്പെട്ടവനോട് പറയാൻ പറഞ്ഞത് ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതും അറിയുന്നതുമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ റമദാൻ കഴിഞ്ഞ് അടുത്ത് നിൽക്കുന്ന സമയത്ത്, റമദാന് മുമ്പ് നമ്മൾ ധാരാളം അഹ്കാമുസ് സിയാമിലെല്ലാം ഈ വിഷയങ്ങൾ കേട്ടിട്ടുണ്ട്. വസാഫറ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഫസാമ വ അഫ്തറ, ആ യാത്രയിൽ നോമ്പ് നോറ്റിട്ടുമുണ്ട്, നോമ്പ് നോൽക്കാതിരിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്.
നോമ്പ് നോറ്റിട്ടുമുണ്ട്, നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ യാത്രക്കാരൻ നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാണ് എന്ന് ചില ആളുകൾക്കൊരു ധാരണയുണ്ട്. അങ്ങനെ നിർബന്ധമല്ല, അയാൾക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കണമോ വേണ്ടയോ എന്ന് അയാൾക്ക് ആ യാത്രയിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളും മറ്റും അയാൾ സ്വന്തം മനസ്സിലാക്കി അയാൾക്ക് നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാം, ഇനി അയാൾക്ക് നോമ്പ് നോൽക്കുകയും ചെയ്യാം. പൊതുവെ നമ്മുടെ നാടുകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, യാത്രക്കാരനായാൽ പിന്നെ നോമ്പ് എടുക്കാൻ പാടില്ല, അത് തീരെ പാടില്ല എന്നുള്ളതല്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഞെരുക്കമുണ്ടെങ്കിൽ അവൻ ഒഴിവാക്കലാണ് ഉത്തമം. എടുക്കാൻ സാധിക്കുമെങ്കിൽ അവൻ എടുക്കുകയും ചെയ്യാം. രണ്ടായാലും അവന് തെരഞ്ഞെടുക്കാവുന്നതാണ്. വഖയ്യറ അസ്ഹാബഹു ബൈനൽ അംറൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതായത് നോമ്പ് നോൽക്കണമെങ്കിൽ നോൽക്കാം, അതല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം എന്ന നിലക്ക് എന്ത് ചെയ്യാറുണ്ട്? ഓപ്ഷൻ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. വകാന യഅ്മുറുഹും ബിൽ ഫിത്രി ഇദാ ദനൗ മിൻ അദുവ്വിഹിം. ഇനി യാത്രക്കാരനും രോഗിയും ഒന്നുമല്ല എങ്കിൽ, യാത്രക്കാരനല്ല, സ്വന്തം നാട്ടിലുണ്ട്, രോഗിയല്ല, ഒന്നുമില്ല, എന്നാലും നോമ്പ് ഒഴിവാക്കാനുള്ള ഒരു സമയമുണ്ട്. നമ്മൾ യാത്രക്കാരനും രോഗിക്കാണ് നോമ്പ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. എന്നാൽ അല്ലാത്തൊരു സമയത്ത് നോമ്പ് ഒഴിവാക്കാനുള്ള ഒരു അവസരം ഉണ്ട്. അവസരം മീൻസ് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വകാന യഅ്മുറുഹും ബിൽ ഫിത്രി ഇദാ ദനൗ മിൻ അദുവ്വിഹിം. ശത്രുക്കളുമായിട്ട് അടുക്കുകയാണ്, ശത്രുക്കൾ അവരിലേക്ക് അടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ നാട്ടിലിപ്പോ മദീനത്താണ് വിചാരിക്കുക, നബിയുടെ കാലഘട്ടത്തിൽ ശത്രുക്കൾ മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് അവിടെ മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. ആ യുദ്ധവുമായി ബന്ധപ്പെട്ട ആ സന്ദർഭത്തിൽ ലിയതഖവ്വൗ അലാ ഖിതാലിഹി. എന്തിനു വേണ്ടിയിട്ടാണ്? ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി, അതിന് ശക്തി ആർജിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? അവർക്ക് നോമ്പ് ഒഴിവാക്കാം. യാത്രക്കാരനല്ല, രോഗിയല്ല എങ്കിലും ശത്രുക്കളുമായി ഏറ്റുമുട്ടൽ നടക്കുകയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കൽ അനുവാദമുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ യാത്ര ചെയ്തിട്ടുണ്ട് പറഞ്ഞത് രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്ന്, ബദർ യുദ്ധത്തിന് വേണ്ടി ബദറിലേക്ക് പുറപ്പെട്ടത്. രണ്ട്, മക്കം ഫത്ഹിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടത്. ഇത് രണ്ടും റമളാനിലുണ്ടായതാണ്. ഈ രണ്ട് സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ യാത്ര പുറപ്പെട്ടതായി വന്നിട്ടുള്ളത്. അപ്പൊ മനസ്സിലായി, യാത്രക്കാരന്റെ മേലുള്ള കാര്യം മനസ്സിലായി. ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടാൻ, ശത്രുക്കൾ ആക്രമിക്കാൻ വരികയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. അയാൾ യാത്രക്കാരനല്ലെങ്കിലും രോഗിയല്ലെങ്കിലും അവിടെ ശത്രുക്കളുമായി യുദ്ധത്തിന് വേണ്ടി തയ്യാറാവാൻ, അതിന് ശക്തി ആർജിക്കാൻ വേണ്ടി നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ولم يكن من هديه تقدير المسافة التي يفطر فيها الصائم بحد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശത്തിൽ കൃത്യമായി വന്നിട്ടില്ല എത്ര ദൂരം യാത്രയുണ്ടെങ്കിലാണ് നോമ്പ് മുറിക്കാൻ പറ്റുക, എത്ര ദൂരം യാത്ര ഇല്ലെങ്കിലാണ് നോമ്പ് മുറിക്കാതിരിക്കേണ്ടത് എന്നീ കൃത്യമായ ഒരു കണക്ക് വന്നിട്ടില്ല. ഏതുപോലെ? ജമ്മും ഖസറും പോലെ. ഇപ്പൊ ജമ്മു ഖസറിന്റെ വിഷയത്തിൽ എത്ര ദൂരത്തിലാണ് ഒരാൾ, ജമ്മു അഫ്വാൻ ഖസറിന്റെ വിഷയത്തിൽ ഒരാൾ എത്ര ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് അയാൾക്ക് ഖസറാക്കാൻ പറ്റുക, 4 റക്അത്ത് നിസ്കാരം 2 റക്അത്ത് ആക്കാൻ പറ്റുക, കൃത്യമായിട്ടുള്ള ഒരു ദൂരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് കൃത്യമായ ദൂരവും വന്നിട്ടില്ല. ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ ഖസ്ർ ചെയ്യാൻ അനുവാദമായിട്ടുള്ള ആ പരിധിയാണ് അതിനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ 2 ദിവസത്തെ യാത്ര ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് നോമ്പുറിക്കൽ അനുവാദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ വിഷയത്തിലൊരു ചർച്ച കാണാം. എന്നിരുന്നാലും ആ യാത്രയിൽ ഒരു മശഖത്ത് ഉണ്ടാവുന്ന, ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിൽ അവർക്ക് നോമ്പ് മുറിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു മസല കൂടിയുണ്ട്. വകാന സഹാബത്തു ഹീന യുൻശിഊന സഫർ യുഫ്തിറൂൻ. സഹാബികളിൽ ചിലർ യാത്ര തുടങ്ങിയിട്ടില്ല, എന്നാൽ അവർ യാത്രക്ക് ഒരുങ്ങി പുറപ്പെടാൻ നിൽക്കുമ്പോൾ തന്നെ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ നോമ്പിൽ ഒഴിവാക്കിക്കൊണ്ട് പുറപ്പെടാറുണ്ടായിരുന്നു ചില സഹാബികൾ. അതായത് യാത്രയിലാണ് നോമ്പുറിക്കൽ അനുവാദം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആളുകൾ വിചാരിക്കും യാത്രയിലായിരിക്കുമ്പോഴാണ് നോമ്പുറിക്കേണ്ടത് എന്ന്. അപ്പൊ ചില സഹാബികളിൽ നിന്ന് അസറുകൾ വന്നിട്ടുണ്ട്. അവർ യാത്ര ആരംഭിക്കുന്നത്, ഒരാൾക്ക് അറിയാം ഞാൻ നാളെ രാവിലെ യാത്ര പോകുന്ന അറിയാം, അപ്പോ നാളെ എന്ത് ചെയ്യില്ല, നോമ്പ് ഒഴുക്കാതെ ആ യാത്ര ആരംഭിക്കുന്ന രീതിയും വന്നിട്ടുണ്ട്. من غير اعتبار مجاوزة البيوت ويخبرون أن ذلك هديه وسنته صلى الله عليه وسلم. ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള
പിന്നെ സഹാബികളിൽ നിന്ന് ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് രീതി എന്ന നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു റിവായത്ത് വായിക്കാം. മുഹമ്മദ് ബിൻ കഅബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അതൈതു അനസ് ബിൻ മാലിക് ഫി റമളാൻ വഹുവ യുരീദു സഫറൻ. നബി സല്ലല്ലാഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റമളാനിൽ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നു. വഖദ് റുഹിലത് ലഹു റാഹിലതുഹു, യാത്രക്കുള്ള എല്ലാം ഒരുക്കിക്കൊണ്ട് പിന്നെ എല്ലാം ഒരുക്കി ബാണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വലബിസ സിയാബ് സഫർ, യാത്രയിൽ ധരിക്കുന്ന പ്രത്യേക വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഫദഅ ബിതആമിൻ ഫഅകല, വീട്ടുകാരോട് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. റമളാന്റെ പകലാണ്, ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു, ഭക്ഷിച്ചു. ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ ചോദിച്ചു, സുന്നത്തുൻ, ഇതാണോ സുന്നത്ത്? ഇങ്ങനെ റമളാനിൽ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നോമ്പ് ഒഴിവാക്കി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റുമോ, അത് സുന്നത്താണോ ചോദിച്ചു. ഖാല സുന്നത്തുൻ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് തുമ്മ റകിബ, യാത്ര പുറപ്പെട്ടു. ഇതും ഒരു ചർച്ചയുള്ള മസ്അലയാണ്. അങ്ങനെ പറ്റില്ല, യാത്രയുടെ ഇടയിൽ മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഈ ഒരു റിവായത്ത് സഹാബികളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് മാത്രം. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്രികഹു അൽ ഫജ്ർ വഹുവ ജുനുബുൻ മിൻ അഹ്ലിഹി. അതുപോലെ തന്നെ റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന്റെ സമയം അഥവാ സൂര്യൻ ഉദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നോമ്പ് ആരംഭിക്കുന്ന ആ സമയത്ത് ജനാബത്തുകാരനായി പ്രവേശിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഫയഗ്തസിലു ബഅദൽ ഫജ്രി വയസൂമു, എന്നിട്ട് ആ ഫജ്റിന് ശേഷം അഥവാ ഫജ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷം കുളിച്ച് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിക്കൊണ്ട് നോമ്പ് നോറ്റ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരാൾക്ക് നോമ്പുകാരൻ, അപ്പൊ ഫജ്റിന്റെ സമയം മുതലാണല്ലോ നോമ്പുകാരനായി തുടങ്ങുക, ആ സമയത്ത് അയാൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം എന്നുള്ള നിബന്ധന ഇല്ല. ഒരാൾ രാത്രിയിൽ അല്ലെങ്കിൽ ഫജ്റിന് മുമ്പുള്ള സമയത്ത് ഭാര്യയുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടു, ജനാബത്തുകാരനായി, അയാള് നോമ്പ് നോൽക്കാൻ റമളാനാണ്, നോമ്പ് നോൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത്താഴം കഴിച്ചു, ഫജ്ർ ബാങ്ക് കൊടുത്തു, അപ്പോഴൊന്നും അദ്ദേഹം എന്തായിട്ടില്ല, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിട്ടില്ല, എങ്കിലും നോമ്പ് സ്വഹീഹാണ്. അയാൾ ആ ഫജ്റിന് ശേഷം വലിയ ശുദ്ധിയായാലും മതി, പക്ഷെ ആ സമയത്ത് വലിയ ശുദ്ധിക്കാരനാണെങ്കിലും നോമ്പ് സ്വഹീഹായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു ബഅദ അസ്വാജിഹി വഹുവ സായിമുൻ ഫി റമളാൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ നോമ്പുകാരനായിരിക്കെ തന്നെ ഭാര്യമാരെ ചുംബിക്കാറുണ്ട്. വശബ്ബഹ ഖുബ്ലത സ്വായിം ബിൽ മൾമലതി ബിൽ മാഇ, ആ നോമ്പുകാരൻ ഭാര്യയെ ചുംബിക്കുക എന്നുള്ളത് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരാൾക്ക് നോമ്പുകാരനാണ്, ആ നോമ്പുകാരന് വായിൽ വെള്ളം കുപ്പിളിച്ചാൽ നോമ്പ് മുറിയോ? ഇല്ല, അനുവദനീയമാണ്. അപ്പൊ അതുപോലൊരു ഹക്കം മാത്രമാണ് ഭാര്യയെ ചുംബിച്ചാലും ഉള്ളത് എന്ന് അതുമായി സാദൃശ്യപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. വലം യസിഹ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഫ്രീഖ് ബൈന അശ്ശാബി വശൈഖ്, ഈ വിഷയത്തിൽ ഭാര്യയെ ചുംബിക്കാൻ അനുവാദമുള്ള വിഷയത്തിൽ യുവാവിന് പറ്റും, യുവാവിന് പറ്റില്ല, പ്രായമായവന് പറ്റും, വൃദ്ധന് പറ്റും എന്നുള്ള നിലക്ക് വേർതിരിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതായത് പൊതുവെ ആളുകൾക്കിടയിലുള്ള ഒരു ധാരണയുമാണ് ഈ വിഷയം. അതായത് പിന്നെ ചെറുപ്പക്കാരാണെങ്കിൽ, യുവാവാണെങ്കിൽ പിന്നെ ഭാര്യയെ ചുംബിക്കാൻ പാടില്ല, അതല്ല വൃദ്ധനാണെങ്കിൽ ചുംബിക്കാൻ പാടും എന്നുള്ള നിലക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നാൽ ഉലമാക്കൾ പറഞ്ഞു അതിന്റെ ആശയം അവിടെ ശരിയാണ്. ആ ആശയം നമ്മൾ മനസ്സിലാക്കണം. അതായത് പറയാനുള്ള കാരണം, യുവാവ് ആകുമ്പോൾ, പ്രത്യേകിച്ച് വിവാഹിതനായിട്ട് അടുത്ത അധികം കാലമല്ലാത്ത ഒരാളാണ് ഭാര്യയെ ചുംബിക്കുന്നതെങ്കിൽ അത് ജിമായിലേക്ക് നയിക്കപ്പെടുകയും അതിന് വലിയ കഫാറത്ത് നൽകേണ്ടി വരുന്ന അവസ്ഥയിലും ആയിത്തീരും. അതുകൊണ്ട് തന്നെ യുവാക്കൾ അത് പ്രത്യേകിച്ച് അതിൽ നിന്ന് ഒഴിവായി നിൽക്കേണ്ടതാണ്. വൃദ്ധനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജിമായിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ കുഴപ്പമുണ്ടാകില്ല എന്ന നിലക്ക് ഉലമാക്കൾ ആ കാര്യത്തെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു റിവായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വേർതിരിവ് പറഞ്ഞുകൊണ്ടുള്ള റിവായത്ത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. وكان من هديه صلى الله عليه وسلم إسقاط القضاء عمن أكل وشرب ناسيا, ഒരാൾ മറന്നുകൊണ്ട് ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ എന്തെങ്കിലും പാനീയം കുടിക്കുകയോ എന്ന് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഖളാ ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല.
അയാൾ ഓർമ്മയില്ല, അയാൾ നോമ്പുകാരനാണ്, ഓർമ്മയില്ലാതെ അയാൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു, അയാള് വെള്ളം കുടിച്ചു, അയാൾക്ക് എന്തില്ല, ആ നോമ്പ് മുറിഞ്ഞതായി കണക്കൂട്ടില്ല, അയാൾ ആ നോമ്പ് ഖളാ വിട്ടേണ്ടതില്ല. അള്ളാഹു ആണ് അവനെ ഭക്ഷിപ്പിച്ചതും അള്ളാഹു ആണ് അവനെ കുടിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ അവൻ ആ നോമ്പ് അവന് ഉണ്ടാകും. അവൻ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിലോ നോമ്പുണ്ടാവും, വെള്ളം കുടിച്ചാലോ നോമ്പുണ്ടാവും. അവൻ പിന്നെ മറന്നുകൊണ്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു ആണ് അവനെ ഭക്ഷിപ്പിച്ചത് കുടിപ്പിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലദീ സഹ്ഹ അൻഹു തഫ്തീറു സ്സായിമി ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി വന്നിട്ടുള്ള നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഹുവ, അത് ഏതൊക്കെയാണ്? അൽ അക്ലു, ഒന്ന് ഭക്ഷിക്കലാണ്. 2 വശുർബു, എന്തെങ്കിലും പാനീയങ്ങൾ കുടിക്കലാണ്. 3 വൽ ഹിജാമത്തു, ഹിജാമ ചെയ്യലാണ്. 4 വൽ ഖൈഉ, ഛർദിക്കലാണ്, അഥവാ വേണമെന്ന് ഛർദിപ്പിക്കുക, ഒരാൾ വായിൽ വിരലിട്ടോ മറ്റോ ഛർദിപ്പിക്കുന്നതാണ് വന്നിട്ടുള്ളത്. ഈ 4 കാര്യങ്ങൾ. ഇവിടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ 2 ഖിസ്മാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഒന്ന്, ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി വന്നിട്ടുള്ള നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. 2, അതിനോട് ഖിയാസാക്കിക്കൊണ്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. ഈ നിലക്ക് 2 രീതിയിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റും. അത് ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മൊത്തം വന്നിട്ടുള്ളത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന എന്തെങ്കിലും കാര്യം, ഉദാഹരണത്തിന് ഭക്ഷണം, വെള്ളം, അതുപോലുള്ള കാര്യങ്ങൾ. അതല്ല എങ്കിൽ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് മനീയ് പുറപ്പെടുക, അതുപോലെ വേണമെന്ന് ഛർദിപ്പിക്കുക, അതുപോലെ ഹിജാമയിലൂടെ രക്തം പുറത്തു പോവുക. ഈ 2 രീതിയിലാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ ഖുർആൻ സുന്നത്തിൽ വ്യക്തമായി വന്നത്, 2 അതിനോട് ഖിയാസാക്കപ്പെട്ടത്. അങ്ങനെ ഖിയാസാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്നെങ്കിൽ എന്തെങ്കിലും ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറണം, ഭക്ഷണം, വെള്ളം, അതുപോലുള്ള കാര്യങ്ങൾ. അതല്ല എങ്കിൽ ശരീരത്തിന് പുറത്തേക്ക് പോകണം, അത് മനിയാവട്ടെ, വേണമെന്ന് വെച്ചുകൊണ്ടുള്ള ഛർദിച്ചു പുറത്തു വരുന്നതാവട്ടെ, ഹിജാമ ചെയ്ത് രക്തം വരുന്നതാവട്ടെ, അതുപോലെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് പറയാണ് വൽ ഖുർആനു ദല്ല അലൽ ജിമാ, ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്തിൽ ജിമാ, ലൈംഗിക ബന്ധം, ശാരീരിക ബന്ധം എന്നുള്ളത് നോമ്പിനെ ബാത്തിലാക്കി കളയുമെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. വലം യസ്ഹിഹ അൻഹു ഫിൽ കുഹ്ലി ഷൈഅൻ, കുഹ്ലിന്റെ വിഷയത്തിൽ, അഥവാ പിന്നെ സുറുമയിടുന്നതിന്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയത്തിൽ കൺമഷി പോലെയുള്ളത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് വന്നിട്ടില്ല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയും എന്ന നിലക്ക് ഒന്നും കൃത്യമായി വന്നിട്ടില്ല. ഇത് ഈ മസലകള് ഫിഖഹിന്റെ കിതാബുകളിൽ ഓരോന്നും വിശദമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോ ആധുനിക കാലഘട്ടത്തിലുള്ള ഓരോ കാര്യങ്ങൾ പറ്റുമോ ഇല്ലയോ, സൂചി വെക്കാൻ പറ്റുമോ, പിന്നെ അതുപോലെ ട്രിപ്പ് കയറ്റാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മസലകൾ കൂടുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ആഴത്തിലേക്കുള്ള ചർച്ചയിലേക്ക് പോകുന്നില്ല. വസഹ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യസ്താഖു വഹുവ സായിമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്, നോമ്പുകാരനായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്വാക്ക് ഉപയോഗിക്കാറുണ്ട്, അഥവാ പല്ല് തേക്കാറുണ്ട്, ശുദ്ധിയാക്കാറുണ്ട്, ദന്തശുദ്ധീകരണം നടത്താറുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നോമ്പുകാരന് ദന്തശുദ്ധീകരണം പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നില്ല, അത് ചെയ്യാവുന്നതാണ്. സ്വാഭാവികമായിട്ടും ഒന്നും ഉള്ളിലിറങ്ങാത്ത രീതിയിൽ, ഇപ്പൊ പല്ലേക്കാണ്, എന്നിട്ട് പല്ലേക്കുമ്പോ വായു കൊപ്പിളിക്കുമ്പോൾ വെള്ളം ഇറങ്ങാൻ അത് പറ്റില്ല. പക്ഷെ ദന്തശുദ്ധീകരണം എന്നുള്ള പ്രവർത്തനം, പല്ലേക്കുക എന്നുള്ള കാര്യം, അത് നോമ്പുകാരന്റെ നോമ്പ് കുറിക്കുന്ന ഒരു കാര്യമല്ല, അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. وذكر أحمد عنه أنه كان يصب الماء على رأسه وهو صائم. ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കുമ്പോൾ തലയിലൂടെ വെള്ളം കോരി ഒഴിക്കാറുണ്ടായിരുന്നു. ചില സമയത്ത് ചില റിവായത്തുകൾ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിട്ട് ക്ഷീണം കൂടുതൽ അനുഭവിക്കുന്ന സന്ദർഭത്തിലെല്ലാം അവിടുന്ന് വെള്ളം എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ബക്കറ്റിലോ മറ്റോ എടുത്തിട്ട് അല്ലെങ്കിൽ അതുപോലെ തലയുടെ മേലെ കൂടെ കോരി ഒഴിക്കാറുണ്ടായിരുന്നു, വലിയൊരു അളവിലൂടെ കോരി ഒഴിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ എന്താ വെച്ചാല് ചില ആളുകൾക്കൊരു ധാരണ, നോമ്പുകാരനായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല, വെള്ളം കോരി ഒഴിക്കാൻ പാടില്ല, അതൊന്നും ശരിയല്ല എന്നുള്ള ധാരണകൾ നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും ഉണ്ട്. കാന യസ്തൻഷിഖു വയത്മദ്മദു വഹുവ സായിമുൻ, അതുപോലെ തന്നെ വായ കൊപ്പിളിക്കാറുണ്ട്, അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാറുണ്ട്. ഇപ്പൊ വുളു എടുക്കുമ്പോഴെല്ലാം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാറുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വമന അസ്സായിമ മിനൽ മുബാലഗതി ഫിൽ ഇസ്തിൻഷാഖ്, എന്നാൽ നോമ്പുകാരന് എന്ത് വിരോധിച്ചിട്ടുണ്ട്,
മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിൽ മുബാലഗത്ത്, അതായത് സാധാരണ വുളു എടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, നന്നായിട്ട് ചീറ്റുക, വെള്ളം ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് കളയുക എന്നുള്ളത് ഫിത്രത്തിൽപ്പെട്ട നല്ലൊരു കാര്യമാണ്. എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ രീതിയിൽ, കാരണം മൂക്ക് എന്നുള്ളത് വായിലേക്കുള്ള ഒരു വഴിയാണ്. മൂക്കിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ അത് തൊണ്ടയിലേക്ക് എത്തുക, ഒരേ വഴിയിലൂടെയാണ് അത് എത്തുക. അതുകൊണ്ട് തന്നെ വെള്ളം കയറ്റുന്നത് നോമ്പുകാരനായിരിക്കുമ്പോൾ ഒരു പരിധിയിൽ, കുറഞ്ഞ രീതിയിൽ മാത്രമേ പറ്റുള്ളൂ. നോമ്പുകാരനല്ലാത്ത സമയത്ത് നല്ല രീതിയിൽ ഉള്ളിലേക്ക് കയറ്റി വലിക്കണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വലാ യസിഹു അൻഹു അന്നഹു ഇഹ്തജമ വഹുവ സായിമുൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, നോമ്പുകാരനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജാമ ചെയ്തു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട് ഇഹ്തജമ വഹുവ സ്വായിമുൻ എന്നുള്ളത്, പക്ഷേ അത് സ്വഹീഹല്ല. അവിടെ വന്നിട്ടുള്ളത് വഹുവ മുഹ്രിമുൻ എന്നുള്ളതാണ് ശരിക്ക്. ഇഹ്റാമിലായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജാമ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള റിവായത്തിൽ വന്നിട്ടുള്ളത്. قال أحمد وروي عنه أنه قال في الإثمد ليتقه الصائم. ഇസ്മിദിന്റെ വിഷയത്തിൽ, ഇസ്മിദ് എന്ന് പറഞ്ഞാൽ സുറുമ ഇടാൻ ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ് ഇസ്മിദ് എന്ന് പറയുന്നത്. അത് വിഷയത്തിൽ ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, നോമ്പുകാരൻ അത് സൂക്ഷിക്കണം, അത് ഒഴിവാക്കണം എന്ന നിലക്ക്. വലാ യസിഹു, അത് സ്വഹീഹല്ല. ഖാല ഇബ്നു മഈൻ വഹു ഹദീസുൻ മുൻകറുൻ, അത് മുൻകറായ ഒരു ഹദീസാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോമ്പിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്അലകളുമായി ബന്ധപ്പെട്ട്, അല്ലെ മാതൃകയിലുള്ള മസ്അലകളുമായി ബന്ധപ്പെട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഈ നോമ്പിൽ തന്നെ ഒരു ഫസ്ൽ കൂടി പറയുന്നുണ്ട്. അത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ നോമ്പുകളും അതിന്റെ രീതികളും ഏതൊക്കെയായിരുന്നു എടുക്കാറുണ്ടായി എന്നെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫസ്ലുൻ വകാന യസൂമു ഹത്താ യുഖാല ലാ യുഫ്തിറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ആളുകൾ പറയപ്പെടും ലാ യുഫ്തിറു, ഇനി നോമ്പില്ലാത്തൊരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവില്ല. വയുഫ്തിറു ഹത്താ യുഖാല ലാ യസൂമു, ചില സമയത്ത് നോമ്പ് നോൽക്കാറേ ഇല്ല, ഇനി ആളുകൾ വിചാരിച്ചു പോകും ഇനി നോമ്പ് നോൽക്കൂല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നോമ്പുകളുടെ രീതിയാണ്. ചില സമയത്ത് തുടർച്ചയായി ഒന്നരാടമോ അല്ലെങ്കിൽ അല്ലാതെ ഇടവിട്ടിട്ടോ അല്ലെങ്കിലൊക്കെ കുറെ സുന്നത്ത് നോമ്പുകൾ തുടർച്ചയായി നോൽക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ ആളുകൾ വിചാരിക്കും ഇനി സ്ഥിരമായിട്ട് ഇങ്ങനെ നോൽക്കും, ഇതിലൊരു മാറ്റം വരുത്തൂല, അപ്പൊ അങ്ങനെ അത്ര തുടർച്ചയായി നോൽക്കാറുണ്ട്. ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പുകൾ തീരെ നോൽക്കാറുണ്ടാവില്ല. തീരെ നോൽക്കാത്ത, അതായത് കുറച്ച് ദിവസങ്ങളിലേക്ക് നോമ്പ് നോൽക്കാത്ത അവസ്ഥയുണ്ടാവും. അപ്പൊ ആളുകൾ വിചാരിക്കും ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നോമ്പ് നോൽക്കൽ ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ തോന്നുമാറ് നോമ്പിൽ ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാറുണ്ട്. ومستكمل
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് അങ്ങനെ സുന്നത്തായ നോമ്പ് ചില സമയത്ത് ധാരാളമായി എടുക്കും, ചില സമയത്ത് തീരെ എടുക്കാത്ത സമയം ഉണ്ടായിട്ടുണ്ട്. വമസ്തക്മല സിയാമ ഷഹ്രിൻ ഗൈറ റമളാൻ, റമളാനിലല്ലാതെ ഒരു മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസം മുഴുവനായിട്ട് നോമ്പ് നോറ്റിട്ടില്ല. വമാ കാന യസൂമു ഫീ ഷഹ്രിൻ അക്തറ മിമ്മാ കാന യസൂമു ഫീ ശഅബാൻ ഫി ഷഹ്രി ഗൈറ റമളാൻ. ഞാൻ പറഞ്ഞത് തെറ്റിയോ സംശയമുണ്ട്. റമളാനിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായി ഒരു മാസത്തിൽ നോമ്പ് നോറ്റിട്ടില്ല. വമാ കാന യസൂമു ഫീ ഷഹ്രിൻ അക്തറ മിമ്മാ കാന യസൂമു ഫീ ശഅബാൻ, ഷഅബാനിൽ നോമ്പ് നോറ്റതുപോലെ വേറൊരു മാസത്തിലും അധികമായി നോമ്പ് നോറ്റിട്ടില്ല. ഷഅബാനിൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് ഒഴിവാക്കാറുണ്ടായിരുന്നുള്ളൂ, അല്ലാത്ത ദിവസങ്ങളിലെല്ലാം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണമായി ഒരു മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാറില്ല, റമളാനിൽ മാത്രമേ നോൽക്കാറുള്ളൂ. വലം യകുൻ യഖ്റുജു അൻഹു ഷഹ്റുൻ ഹത്താ യസൂമ മിൻഹു, ഒരു മാസവും ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കടന്നു പോകാതെ ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് നോറ്റിട്ടല്ലാതെ. അഥവാ ഒരു മാസവും നോമ്പ് നോൽക്കാത്ത ഒരു മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. ഒരു മാസത്തിൽ ഒന്നെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ എങ്ങനെ നോമ്പ് മാസത്തിൽ നോമ്പുണ്ടായിരിക്കും. അത് എങ്ങനെയാണോ എണ്ണത്തിൽ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നോമ്പെടുക്കാത്ത ഒരു മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കടന്നു പോകാറില്ല. വകാന യതഹറ സിയാമ യൗമിൽ ഇത്നൈനി വൽ ഖമീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു തിങ്കളാഴ്ചയുടെയും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലുള്ള നോമ്പിനെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, നോമ്പ് നോൽക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ആ 2 ദിവസം അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ്. അതുപോലെ തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നോമ്പ് നോൽക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളാണ്. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ റിവായത്തിൽ വന്നിട്ടുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഫ്തിറു അയ്യാമൽ ബീദ് ഫീ ഹദറിൻ വലാ സഫരിൻ, അയ്യാമുൽ ബീദിൽ അഥവാ ഒരു അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരനായിരുന്നാലും അല്ലെങ്കിലും നോമ്പ് ഒഴിവാക്കാറില്ല എന്നൊരു റിവായത്ത് വന്നിട്ടുണ്ട്. ദക്കറഹു നസായിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷെ അത് ദുർബലമായിട്ടുള്ള റിവായത്താണ്. എന്നാൽ ഈ 3 ദിവസത്തിന് നോമ്പ് നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച സഹിഹായ റിവായത്തുകളുണ്ട്. ഇപ്പോൾ റിവായത്ത് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിയാമി 3 അയ്യാമിൽ ബീദ്, അയ്യാമുൽ ബീദിലെ 3 ദിവസങ്ങൾ, അതായത് 13 വ14 വ15, 13, 14, 15 തീയതികൾ അറബി മാസത്തിലെ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കാറുണ്ടായിരുന്നു. അത് പ്രത്യേകം നോമ്പ് നോൽക്കാൻ ഉത്തമമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിവസങ്ങളാണ്. വകാന യഹുദ്ദു അലാ സിയാമിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. വഅമ്മ സിയാമു അശ്രി ദിൽഹിജ്ജതി ഫഖദ് ഇഖ്തുലിഫ അൻഹു ഫീഹി, ദുൽഹിജ്ജയിലെ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങൾ, 10ാമത്തെ ദിവസം ഈദായിരിക്കും. അല്ലാതെയുള്ള ഈ 9 ദിവസങ്ങളിൽ എല്ലാ ദിവസവും നോമ്പ് നോറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ സഹാബികൾക്കിടയിൽ ഖിലാഫുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന റിവായത്തിൽ ഞാൻ കണ്ടിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ 9 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത്, ആ 10ൽ നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് വന്നിട്ടുണ്ട്. അതേസമയം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റിരുന്നു എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയുന്നു ഒരു വിഷയത്തിൽ 2 റിവായത്തുകൾ വന്നു. ഒന്ന് മുസ്ബത്തായിട്ട് കൊണ്ടും ഒന്ന് നാഫിയായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ, ഒന്ന് സ്ഥിരപ്പെടുന്ന അർത്ഥത്തിലും ഒന്ന് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് എങ്കിൽ, ഇല്ല എന്നുള്ള അർത്ഥത്തിൽ വന്നതിന് ഹദീസിനേക്കാൾ നമ്മൾ മുൻഗണന കൊടുക്കുക എന്തിനാണ്? സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. അതായത് നോമ്പ് നോറ്റിട്ടില്ല എന്നൊരു ഹദീസ് വന്നു, നോറ്റിട്ടുണ്ട് എന്നൊരു ഹദീസ് വന്നു. അങ്ങനെ ഒരു വിഷയത്തിൽ 2 ഹദീസ് വന്ന് ഏതിനെ പരിഗണിക്കുക? ചെയ്തിട്ടുണ്ട് എന്നുള്ള സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസിനാണ്. കാരണം മറ്റേ ആൾ അറിഞ്ഞിട്ടില്ല എന്നേ വരുള്ളൂ, മറ്റേ ആൾ അറിഞ്ഞില്ല എന്നുള്ള അർത്ഥത്തിലേ വരുള്ളൂ. പക്ഷെ ആ സ്ഥിരപ്പെട്ട ഹദീസിനെയാണ് എല്ലാ വിഷയത്തിലും മുസ്ബത്തിനെയാണ് നാഫിനേക്കാൾ പരിഗണിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോറ്റിട്ടുണ്ട് എന്ന നിലയ്ക്ക്, അഥവാ ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ അഫ്ളലാണ്. വമ്മ സിയാമു 6 അയ്യാമി മിൻ ശവ്വാൽ, അതുപോലെ തന്നെ ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ്, റമദാനിന് ശേഷമുള്ള ശവ്വാലിലെ 6 നോമ്പ്. ഫസഹ അൻഹു അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്, സിയാമുഹാ മഅ റമദാൻ യഅദിലു സിയാമദ് ദഹർ, റമദാനിനോടൊപ്പം ശവ്വാലിലെ 6 ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത് വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന് സമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐച്ഛികമായ നോമ്പുകളാണ് ഇതിൽ പറയുന്നത്.
വഅമ്മ യൗമു ആശൂറ, അതുപോലെ ആശൂറ ദിവസത്തിലെ നോമ്പ് അഥവാ മുഹറം 10 നോമ്പ്, ഫഇന്നഹു കാന യതഹറ സൗമഹു അലാ സാഇരിൽ അയ്യാം, ബാക്കിയുള്ള ഐച്ഛികമായ നോമ്പുകളെക്കാളെല്ലാം കൂടുതൽ ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്ന നോമ്പാണ് മുഹറം 10 ആശൂറ നോമ്പ് എന്നുള്ളത്. അതിന് ഒരുപാട് ഫളലുകൾ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. വലമ്മ ഖദിമൽ മദീനത വജദൽ യഹൂദ തസൂമുഹു വതുഅദ്ദിമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ കഴിഞ്ഞ് മദീനയിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ ഈ ദിവസത്തിന് പ്രത്യേക മഹത്വം കൽപ്പിക്കുകയും നോമ്പ് നോൽക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽപ്പെട്ടു. ഫഖാല, അപ്പൊ അത് കാരണം ചോദിച്ചപ്പോ ഫിർഔനിൽ നിന്ന് മൂസാ നബിയെ അള്ളാഹു രക്ഷിച്ച ദിവസമാണെന്നെല്ലാം പറഞ്ഞിട്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിയോട് അടുത്തിട്ടുള്ളത് ഞങ്ങളാണ്. ഫസാമഹു വഅമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പ് നോൽക്കുകയും നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. വദാലിക ഖബല ഫർദ് റമളാൻ, ഇത് റമളാൻ നിർബന്ധമാകുന്നതിന് മുമ്പാണ്. റമളാൻ ഹിജറ കഴിഞ്ഞ് 2-ാം വർഷത്തിലാണ് നിർബന്ധമാകുന്നത്. പക്ഷേ ഇത് ഹിജറ കഴിഞ്ഞ ഉടനെ തന്നെ ഈ നോമ്പ് റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളുടെ മേലെ നിർബന്ധമായിട്ടുള്ള നോമ്പായിരുന്നു ആശൂറ നോമ്പ് മുഹറം 10. ഫലമ്മ ഫുരിള റമളാൻ, പിന്നീട് റമളാൻ നോമ്പ് നിർബന്ധമായപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ശാഅ സ്വമഹു വമൻ ശാഅ തറക്കഹു, ആശൂറ നോമ്പ് ഉദ്ദേശിക്കുന്നവർക്ക് നോൽക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് ഒഴിവാക്കാം. അഥവാ നിർബന്ധമില്ല, നിർബന്ധം എന്നുള്ള ഫർള് എന്നുള്ള ഹുക്കുമിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്, റമളാനിൽ മാത്രമാണ് ഫർളായ നോമ്പുള്ളൂ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വകാന മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്താറു യൗമി അറഫത ബിഅറഫത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക അറഫ ദിവസത്തിൽ അഥവാ ദുൽഹിജ്ജ 9 ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് നോമ്പ് നിർബന്ധമില്ല, നോമ്പ് ഒഴിവാക്കണം, അവർക്ക് നോമ്പ് എടുക്കാൻ പാടില്ല. ثبت عنه ذلك في الصحيحين, ബുഖാരിയിലും മുസ്ലിമിലും ആ റിവായത്തുകൾ വന്നിട്ടുണ്ട്. وروي عنه انه نهى عن صوم يوم عرفة بعرفة, അതിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് റവാഹു അൻഹു അഹ്ലുസ് സുനൻ, മറ്റുള്ള റിവായത്തുകളിലും വന്നിട്ടുണ്ട്. അഥവാ ബുഖാരി മുസ്ലിം അല്ലാതെ പിന്നെ മറ്റുള്ള റിവായത്തുകളിലും വന്നിട്ടുണ്ട്. അറഫ ദിവസത്തിൽ അവിടെ നിൽക്കുന്ന ഹാജിമാർ നോമ്പ് നോൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. വസഹ അൻഹു അന്നഹു, സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്, സിയാമഹു യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയത, അറഫ ദിവസത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരു വർഷത്തെ മുൻ കഴിഞ്ഞതും വരാൻ പോകുന്നതുമായിട്ടുള്ള ആ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതായത് അറഫയിൽ നിൽക്കാത്ത ദുൽഹിജ്ജ 9 ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ ഹാജിമാർക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല. അതല്ലാതെ ലോകത്തുള്ള മറ്റുള്ള നാട്ടിലുള്ള ആളുകൾ ദുൽഹിജ്ജ 9 ഈ അറഫ നോമ്പ് നോൽക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ 2 വർഷങ്ങളുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിവായത്തിൽ വന്നിട്ടുണ്ട്. വഖദ് ദുകിറ ലിഫിത്രിഹി ബിഅറഫത ഇദ്ദത ഹികമിൻ, ഈ അറഫ ദിവസം ഹാജിമാർക്ക് നോമ്പ് ഒഴിവാക്കിയതിൽ പല യുക്തികളും അല്ലെങ്കിൽ അതിന് ഒരുപാട് ഹിക്മത്തുകളുണ്ട് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് മശക്കത്തുള്ള സമയമായിരിക്കും, പ്രത്യേകിച്ച് സൈഫിൽ വേനൽക്കാലത്തൊക്കെ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുള്ള, ഹജ്ജ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് മശക്കത്ത് ഉണ്ടാവും. അപ്പൊ അതിൽ അവിടെ നോമ്പ് കൂടി നോൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാകുന്നത് കൊണ്ടാണ് അത് ചെയ്യരുതെന്ന് വിരോധിച്ചിട്ടുള്ളത് എന്നെല്ലാം അതിനെ ഹിക്മത്തായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. വലം യകുൻ മിൻ ഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാമുദ് ദഹ്രി, വർഷം മുഴുവൻ എല്ലാ മാസവും നോമ്പ് നോൽക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയല്ല, മാത്രമല്ല ബൽ ഖദ് ഖാല മൻ സാമദ് ദഹ്റ ലാ സാമ വലാ അഫ്തറ, ഒരു വർഷം മുഴുവൻ ഒരാൾ നോമ്പ് പോയിട്ട് വിചാരിച്ചാൽ അവന് നോമ്പുമില്ല, നോമ്പ് തുറന്ന അവസ്ഥയില്ല. കാരണം അങ്ങനെ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അവന് നോമ്പെടുത്താൽ കൂലി ഉണ്ടാവാൻ പോകുന്നില്ല, അതുപോലെ നോമ്പില്ലാതെ അവന് ഭക്ഷണം കഴിക്കാനും പറ്റിയിട്ടില്ല. ആ അവസ്ഥയാണ് അവന് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തുടർച്ചയായിട്ട് നോമ്പ് വിൽക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയല്ല. ഏറ്റവും കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃകയായിട്ടുള്ള ഒരു ദിവസം നോമ്പ്, ഒരു ദിവസം നോമ്പില്ലാതെ അങ്ങനെ എടുക്കാം. ഏറ്റവും കൂടുതലായി എടുക്കാൻ പറ്റുന്ന അവസ്ഥയാണത്.
വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലും അതെടുത്ത സഹാബികൾ ഉണ്ടായിട്ടുണ്ട്, അത് തുടർച്ചയായി എടുത്ത സഹാബികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒന്നരാടെടുത്തത് ആ സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നീ കുറച്ചിട്ട് തിങ്കളും വ്യാഴവും അതുപോലെ മാസത്തിന് 3 ദിവസമൊക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ സഹാബി എനിക്ക് കഴിയും പറഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ പ്രായമായ സമയത്ത് സഹാബിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ആ സഹാബി പറഞ്ഞ റിവായത്തുകൾ കാണാം, ഞാൻ കൊതിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അന്ന് കേട്ടാൽ മതിയായിരുന്നു എന്ന്. കാരണം അത് നിലനിർത്തി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായതുകൊണ്ട്. എന്നാൽ ഓരോ സാധിക്കുന്ന ആളുകൾ, കഴിവുള്ള ആളുകൾ ചെയ്യാവുന്നതാണ്, തെറ്റല്ല. പക്ഷെ അത് തന്നെ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലു അലാ അഹ്ലിഹി ഫയഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്ക് രാവിലെ തന്റെ വീട്ടിൽ ഭാര്യമാരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിക്കും, ഹൽ ഇൻദകും ഷൈഉൻ, നിങ്ങളുടെ അടുക്കൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ ചോദിക്കും. ഫൈൻ ഖാലു, അവർ പറയാണില്ല, ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നി ഇദൻ സ്വായിമുൻ, ഞാൻ നിന്ന് നോമ്പുകാരനാണ് എന്ന്. ഇത് ഒരു തെളിവ് കൂടിയാണ്. അതായത് സുന്നത്തായ നോമ്പിന് രാത്രിയിൽ നിയ്യത്ത് വെക്കൽ നിർബന്ധമല്ല. അതായത് ഫർളായ നോമ്പിന് രാത്രിയിൽ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്, അഥവാ ഫജ്റിന് മുമ്പ് തന്നെ നിയ്യത്ത് ഉണ്ടായിരിക്കണം. എന്നാൽ സുന്നത്തായ നോമ്പിന് ഒരാൾ ഫജ്റിന് ശേഷം അയാൾക്ക് ദുഹർ വരെ സമയമുണ്ട്, അതിന്റെ ഇടയിൽ അയാൾ നിയ്യത്ത് വെച്ചാൽ മതി. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, എന്തുണ്ടാവാൻ പാടില്ല, ഫജ്റിന് ശേഷം ഒന്നും കഴിച്ചിട്ടോ കുടിച്ചിട്ടോ ഒന്നും നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നോമ്പിന് നിയ്യത്ത് അപ്പോൾ മുതൽ എടുത്താൽ മതി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസം രാവിലെ വരും, വീട്ടിലേക്ക് എന്തെങ്കിലും കഴിക്കാണ്ടോ ചോദിക്കും, ഇല്ല എന്ന് പറയും. അപ്പൊ ഞാൻ അന്ന് നോമ്പുകാരനാണെന്ന് പറയും. വകാന അഹ്യാനൻ യൻവി സൗമ തതവ്വു, ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിയ്യത്ത് വെക്കും, നാളെ സുന്നത്തായ നോമ്പ് എടുക്കാൻ നിയ്യത്ത് വെക്കും. സുമ്മ യുഫ്തിറു ബഅദു, പക്ഷേ എന്നിട്ട് പകലിൽ നോമ്പ് എന്ത് ചെയ്യാറുണ്ട്, മുറിക്കാറുണ്ട്. അപ്പൊ സുന്നത്തായ നോമ്പിന് നോമ്പ് നോക്കാൻ നിയ്യത്ത് വെച്ചിട്ട് അത് അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് അമീനു നഫ്സ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അസ്വായിമുൽ മുതതവ്വി അമീനു നഫ്സിഹി ഇൻഷാ അസാമ വ ഇൻഷാ അഫ്തറ, സുന്നത്തായ നോമ്പിന്റെ ഉത്തരവാദിത്തമുള്ളത് അവനാണ്. അവന് ഉദ്ദേശിക്കണമെങ്കിൽ നോമ്പ് പൂർത്തിയാക്കാം, ഉദ്ദേശിക്കുന്നതിൽ മുറിക്കാം, അതൊരു കുറ്റമായിട്ടുള്ള കാര്യമല്ല ഫർളിനെ പോലെ. وأما حديث عائشة أنه قال لها ولحفصة اقضيا يوما مكانه, എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ സുന്നത്തായ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പകരം ഖളാ വീട്ടണം എന്ന് വന്നിട്ടുള്ള റിവായത്തുണ്ട്. ഫഹു ഹദീസുൻ മഅലൂലുൻ, അത് ഒരുപാട് ന്യൂനതകളുള്ള സ്വഹീഹായിട്ടുള്ള റിവായത്തല്ല. വകാന ഇദാ നസല അലാ ഖൗമിൻ വഹുവ സ്വായിമുൻ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്, സുന്നത്തായ നോമ്പ് മുറിച്ച സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിട്ട് ആരെങ്കിലും വീട്ടിലേക്ക് അതിഥിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വലീമക്കോ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുകയാണ് എങ്കിൽ അതമ്മ സിയാമഹു, നോമ്പ് മുറിക്കാതെ പൂർത്തീകരിച്ച സന്ദർഭമുണ്ട്. കമാ ഫഅല ലമ്മാ ദഖല അലാ ഉമ്മി സുലൈം റളിയല്ലാഹു അൻഹാ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു വട്ടം ചെന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കാതെ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് നോമ്പ് തുടർന്നിട്ടുണ്ട്. വലാകിന്ന ഉമ്മു സുലൈം ഇൻദഹു ബിമൻസിലത്തി അഹ്ലി ബൈതിഹി, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വന്തം കുടുംബത്തെ പോലെ സ്ഥാനമുള്ള ഒരു സ്ത്രീയായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു ഉമ്മയാണ് ഉമ്മു സുലൈം. ഉമ്മു സുലൈമിന്റെ ഭർത്താവാണ് അബൂ തൽഹ. ആ കുടുംബവുമായിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ അടുപ്പമുള്ള കുടുംബവുമാണ്. വഫി സഹീഹി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട റിവായത്തിലുണ്ട്, ഇദാ ദുഇയ അഹദുകും ഇലാ തുആമിൻ വഹുവ സ്വായിമുൻ ഫൽയഖുൽ ഇന്നി സ്വായിമുൻ, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കപ്പെടുകയാണ്, അപ്പോ നിങ്ങൾ നോമ്പുകാരനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുക ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊള്ളുക എന്ന് കാണാം. അതായത് അയാളുടെ സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾ സുന്നത്തായ നോമ്പ് എടുക്കുന്നുണ്ട്, അപ്പൊ അയാൾക്കൊരു ഭക്ഷണത്തിലേക്ക്, കാരണം ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യണം എന്നുള്ള ഒരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നോമ്പ് മുറിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ നോമ്പ് മുറിച്ച സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അതല്ല, അയാൾക്ക് നോമ്പ് പൂർത്തീകരിക്കണമെങ്കിൽ അതിനും അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് അയാൾക്ക് നോമ്പ് നോൽക്കാവുന്നതാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ആ വ്യക്തിയുടെ തീരുമാനമാണ്. വകാന മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കറാഹത്തു തഖ്സീസ് യൗമിൽ ജുമുഅത്തി ബിസ്സൗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വിരോധിച്ചിട്ടുള്ള കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം മാത്രം പ്രത്യേകമായൊരു നോമ്പെടുക്കുക എന്നുള്ളത്. വെള്ളിയാഴ്ചയിൽ മാത്രം പ്രത്യേകമായിട്ടൊരു നോമ്പെടുക്കുക എന്നുള്ളത്. കാരണം നോമ്പില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുള്ള ചില ദിവസങ്ങൾ, നോമ്പെടുക്കാൻ പാടില്ല, ഹറാമായിട്ടുള്ള ചില ദിവസങ്ങളുണ്ട്. ഒന്ന് രണ്ട് ഈദുകൾ,
ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തർ, 2 ഈദുകൾ. അതുപോലെ ഈദുൽ അദ്ഹയുടെ തുടർന്നുള്ള അയ്യാമു തശ്രീഖ്, ആ ദിവസങ്ങൾ, അത് അക്ല് വശർബ്, ഭക്ഷണം കഴിക്കുന്നതിന്റെയും പാനീയത്തിന്റെയും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്റെ ദിവസങ്ങളാണെന്ന് വന്നിട്ടുണ്ട്. അതുപോലെ വിരോധിച്ചിട്ടാണ് യൗമുൽ ജുമുഅ. കാരണം ഈദുൽ ഉസ്ബു ആണ്, ആഴ്ചയിലെ ഈദാണ് യൗമുൽ ജുമുഅ. അതുപോലെ സിയാമു യൗമി ശക്ക്, സംശയമുള്ള ദിവസം. നമ്മൾ പറഞ്ഞല്ലോ ഷഅബാൻ 30 റമദാൻ 1 സംശയത്തിൽ ചില ആളുകൾ ഷഅബാൻ 30 ദിവസത്തിൽ റമദാൻ ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നോമ്പ് വെൽക്കൽ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നോമ്പ് വെൽക്കാൻ അവിടെ പാടില്ല. അത് നോമ്പ് വെൽക്കാൻ അനുവദീയമായിട്ടുണ്ട്. സ്ഥിരമായിട്ട് നോമ്പെടുക്കുന്ന ആളുകൾക്കൊക്കെ നോമ്പെടുക്കുന്നത് പൂർണ്ണമായി തെറ്റല്ല, പക്ഷെ ഈ ഒരു സംശയത്തിന്റെ പേരിൽ നോമ്പ് നോൽക്കൽ വിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുള്ള മറ്റൊരു നോമ്പാണ് സിയാമു റജബ്. റജബ് മാസത്തിൽ പ്രത്യേകമായിട്ടൊരു നോമ്പെടുക്കുക എന്നുള്ളത്. റജബില് പ്രത്യേകമായിട്ട് റജബാണ് എന്ന നിലക്കൊരു നോമ്പെടുക്കുക. റജബിൽ അല്ലാതുള്ള നോമ്പൊക്കെ എടുക്കുക, തിങ്കളും വ്യാഴം എടുക്കുക, 3 ദിവസം എടുക്കുക, എല്ലാവർക്കും എടുക്കുക. പക്ഷെ റജബ് മാസത്തിലുള്ള സുന്നത്തായ നോമ്പ് നോമ്പ് നോൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതിന്റെ റിവായത്ത് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന റിവായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ സിയാമി റജബിൻ, റജബിൽ പ്രത്യേകമായിട്ടൊരു നോമ്പ് നോൽക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടില് റജബിൽ പ്രത്യേകമായിട്ടല്ല, വേറെയും കുറെ പ്രത്യേകതകൾ ഉണ്ടാക്കിയിട്ട് പല നോമ്പുകളും നോൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വിരോധിക്കപ്പെട്ട നോമ്പുകളാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ നോമ്പിന്റെ ബാബ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അവസാനിപ്പിച്ചു. അതായത് നോമ്പിന്റെ ഹിക്മത്തുകൾ പറഞ്ഞു, നോമ്പിന്റെ മസ്അലകൾ പറഞ്ഞു. ആ മസ്അലകളൊക്കെ അഹ്കാമു സിയാമില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഫിഖഹിന്റെ ദർസുകളെല്ലാം കേട്ട് മനസ്സിലാക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ നോമ്പുകളെ കുറിച്ച് പറഞ്ഞു, നോമ്പ് വിരോധിച്ചിട്ടുള്ള ദിവസങ്ങളെ പറ്റിയിട്ടും ഈ ഫസ്ലിൽ പറഞ്ഞു. അടുത്ത ഫസ്ൽ വരുന്നത് ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.